ദില്ലിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസ് AKG ഭവന് നേരെ ആക്രമണം. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ബോർഡിൽ പാക് വിരുദ്ധ മുദ്രാവാക്യം എഴുതി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, 3:50 കൂടിയാണ് AKG ഭവന് നേരെ ആക്രമണം ഉണ്ടായത്. CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവന് നേരെ ഒരു നാലോളം പേർ യുവാക്കൾ മുദ്രാവാക്യം വിളികളുമായി എത്തുകയായിരുന്നു. പാകിസ്ഥാനിലേക്ക് പോവുക എന്നാണ് അവർ മുദ്രാവാക്യം മുഴക്കിയത്. അതിനുശേഷം AKG ഭവന് മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള പാർട്ടി ബോർഡിൽ അവർ കരിയോയിൽ കൊണ്ട് പാകിസ്ഥാന് അനുകൂല ചില മുദ്രാവാക്യങ്ങൾ എഴുതി. ചില പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അവർ നേരത്തെ എഴുതിക്കൊണ്ടുള്ള ബോർഡുകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഇവരുടെ പ്രതിഷേധം കണ്ട് പിന്നീട് AKG ഭവനിലെ ജീവനക്കാർ തന്നെ ഇവരെ നേരിട്ടു. അതിൽ ഒരാളെ പിടികൂടി ഡൽഹി പോലീസിനെ കൈമാറിയിട്ടുണ്ട്. ബാക്കി 3 പേരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഡൽഹി പോലീസ് കമ്മീഷണർ സ്ഥലത്തെത്തി. ഇപ്പോൾ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറഞ്ഞത് RSS ആണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ്. ആം ആദ്മി സേന എന്ന പേരിലാണ് അവർ മുദ്രാവാക്യം വിളിച്ചെങ്കിൽ പോലും ഇതിന് പിന്നിൽ RSS ആണ് എന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് ഒരു ഫാസിസ്റ്റ് ഹൈന്ദവ രാഷ്ട്രം രൂപീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നടക്കുന്നത്. ഇതിനെ ജനാധിപത്യപരമായും രാഷ്ട്രീയപരമായും നേരിടും. ആക്രമണം പിന്നെയും തുടരുകയാണെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ നേരിടാൻ പാർട്ടി സജ്ജമാണെന്നും ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയുണ്ടായി. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന്. വർഗീയവാദികൾ CPIMന് ദേശസ്നേഹത്തിന്റെ മുദ്രാവാക്യം പഠിപ്പിക്കേണ്ടതില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പാർട്ടിക്കെതിരായ വെല്ലുവിളി നേരിടും. JNU സംഭവത്തിൽ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ്. രാഷ്ട്രീയമായും ജനാധിപത്യപരമായും ആക്രമണത്തെ നേരിടുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. People who venerate the murderers of Mahatma Gandhi and call them national heroes have the temerity to call us as anti-national. We don't require certificates of patriotism from the murderers of Mahatma Gandhi. And let it be clear, this is a political challenge. This government, in order to divert attention from the complete mess they have created in the country. രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സംഭവത്തെ അപലപിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. ഫൈസലിന്റെ മരണത്തിന് അഫ്സലിന്റെ മരണത്തെ ദിനം ആചരിച്ചു. അതിൽ ഇടതുപക്ഷ സംഘടനകൾക്ക് ആരും ബന്ധവുമില്ല. പക്ഷെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ ആകെ ടാർണിഷ് ചെയ്യാനുള്ള പരിശ്രമം, ആ പരിശ്രമങ്ങളെ ശക്തമായിട്ട് ചെറുക്കണമെന്ന് മാത്രമല്ല തെളിവുകൾ വെച്ച് തുറന്നു കാണിക്കുക, അതിനെ തകർക്കുക, അതിന്റെ സ്ഥാപനങ്ങളെയും അതിന്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും അടയാളപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക, കരിയോയിലെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയെയും കൂടി അതിനെ കരിയോയിൽ മുക്കിക്കൊല്ലുക എന്നതാണ്. അത് തീർച്ചയായും വളരെ വളരെ ഗൗരവത്തോട് കാണേണ്ട പ്രശ്നമാണ്. ഇത് തങ്ങൾക്ക് എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ, അവരുടെ നാവ് ചലിപ്പിച്ചാൽ, വിരൽ ചലിപ്പിച്ചാൽ, ആരെങ്കിലും എഴുതിയാൽ, ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ എല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. JNUവിലെ പ്രതിഷേധക്കാർക്ക് ലഷ്കർ-ഇ-തോയ്ബയുടെ പിന്തുണയുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കില്ലെന്നും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു. മനു ശങ്കർ ദില്ലിയിൽ നിന്ന് ചേരുന്നു. മനു, ഇപ്പോൾ JNUവിലെ വിദ്യാർത്ഥികൾ മനുഷ്യമതിൽ തീർത്ത് പ്രതിഷേധം നടത്തുകയാണല്ലോ, അതിന്റെ വിവരങ്ങൾ കൂടി. അരുൺ, എന്തായാലും രാജ്നാഥ് സിംഗ് JNU വിദ്യാർത്ഥികൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത്. മാത്രമല്ല, ഇതിൽ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ JNUവിൽ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെല്ലാം ലഷ്കർ-ഇ-തോയ്ബ ബന്ധത്തോടു കൂടി നടത്തിയ ഒരു പ്രതിഷേധമായിരുന്നു എന്നാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. മാത്രമല്ല, വിവിധ രാഷ്ട്രീയ തലങ്ങളിലെ നേതാക്കൾ ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുകയും വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ലഷ്കർ-ഇ-തോയ്ബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്നുള്ള വളരെ സുപ്രധാനമായ രീതിയിൽ ഉള്ള ഒരു കാര്യമാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുകയും ചെയ്തത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ ഒന്നടങ്കം ചേർന്നുകൊണ്ട് മനുഷ്യമതിൽ തീർത്തിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്കൊപ്പം വിവിധ തലങ്ങളിലെ അധ്യാപകരും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെയും ഒപ്പം പോലീസ് രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തിക്കൊണ്ട് അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ മനുഷ്യമതിൽ തീർത്തിരിക്കുന്നത്. ഇതോടൊപ്പം ദില്ലിയിലെ ജന്തർ മന്ദറിൽ വിവിധ തലങ്ങളിലെ
പ്രമുഖരായ ആളുകൾ ചേർന്നുകൊണ്ട് പ്രതിഷേധവും നടത്തുന്നുണ്ട്. ഇരു തലങ്ങളിലും പ്രതിഷേധം ഉയരുമ്പോഴും വലിയ രീതിയിലുള്ള പോലീസ് നടപടിക്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ശ്രദ്ധേയം. NIA അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി പോലീസ് ഉന്നത തലങ്ങളിൽ കത്തെഴുതിയിരുന്നു. ഇക്കാര്യത്തിൽ അനുയോജ്യമായ ഒരു നടപടി കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടേക്കുമെന്ന സൂചനകളും ഇതിനിടയിൽ ലഭിക്കുന്നുമുണ്ട്. അരുൺ, JNU സംഭവത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്യാനൊരുങ്ങി ദില്ലി പോലീസ്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ അരങ്ങേറിയത് രാജ്യദ്രോഹ കുറ്റമാണെന്നും കേസ് NIAക്ക് കൈമാറണമെന്നും ദില്ലി പോലീസ് ആവശ്യപ്പെട്ടു. JNUവിലെ സമരത്തിൽ വിദ്യാർത്ഥിനികൾ വേശ്യകളേക്കാൾ മോശപ്പെട്ടവരാണെന്ന് ഹരിയാന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ട്വീറ്റ് ചെയ്തു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി JNU വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുള്ള വിദ്യാർത്ഥി സമരത്തിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ കൂടി ഭാഗമായിരുന്നു. കേന്ദ്ര സർക്കാർ ഒത്താശയിലുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് JNUവിൽ വിദ്യാർത്ഥികൾ മനുഷ്യചങ്ങല തീർത്ത് പ്രതിഷേധിക്കും. നാളെ മുതൽ അനിശ്ചിതകാല സമരപരിപാടി നടത്തുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് കേസ് NIAക്ക് കൈമാറാൻ ദില്ലി പോലീസ് നീക്കം ആരംഭിച്ചത്. JNUവിൽ അരങ്ങേറിയത് രാജ്യദ്രോഹ കുറ്റങ്ങളാണെന്നും കേസ് NIAക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് പോലീസ് കമ്മീഷണർ പ്രേംനാഥ് ഉന്നത നേതൃത്വത്തിന് കത്തയച്ചു. ഇതിനിടയിൽ JNUവിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ വേശ്യകളേക്കാൾ മോശപ്പെട്ടവരെന്ന ഹരിയാന മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ പരാമർശം വലിയ വിവാദമായി. ട്വിറ്ററിലൂടെയായിരുന്നു ഹരിയാന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിന്റെ സ്പെഷ്യൽ സെക്രട്ടറി ജവഹർ യാദവിന്റെ വിവാദ പരാമർശം. ശരീരം വിൽക്കുന്ന വേശ്യകളേക്കാൾ മോശമായാണ് വിദ്യാർത്ഥിനികൾ രാഷ്ട്രം വിൽക്കുന്നതെന്നായിരുന്നു സെക്രട്ടറിയുടെ ട്വീറ്റ്. അതേസമയം രാജ്യവിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചത് ABVP പ്രവർത്തകരായിരുന്നു എന്നതിന്റെ വീഡിയോ തെളിവുകൾ പുറത്തുവന്നതോടെ ദില്ലി സർക്കാർ ഉത്തരവിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദില്ലി JNU ക്യാമ്പസിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചത് ABVP പ്രവർത്തകരാണ് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോ പുറത്തായി. ഇക്കഴിഞ്ഞ 9-ാം തീയതി രാത്രി അഫ്സൽ ഗുരു അനുസ്മരണ സമയത്തെടുത്ത ദൃശ്യങ്ങളിലാണ് ABVP പ്രവർത്തകർ പാക് അനുകൂല മുദ്രാവാക്യം വിളിക്കുന്നത്. ഒരു ഹിന്ദി ചാനൽ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തു. ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചത് പുറത്തുനിന്ന് അതിക്രമിച്ചു കയറിയ ചിലരാണെന്ന് നേരത്തെ വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. 9-ാം തീയതി രാത്രി JNU ക്യാമ്പസിൽ എന്ത് സംഭവിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് ഒരു ഹിന്ദി ചാനൽ പുറത്തുവിട്ട ഈ ദൃശ്യങ്ങൾ. അഫ്സൽ ഗുരു അനുസ്മരണം നടത്തിയ ചില വിദ്യാർത്ഥികൾക്കിടയിൽ നിൽക്കുന്നത് ABVPയുടെ സജീവ പ്രവർത്തകർ. ഇവർ നിന്ന ഭാഗത്തു നിന്നാണ് പാക് അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. ഇവരിൽ ചിലർ നേരത്തെ കോളേജിൽ ABVP നടത്തിയ ഒരു പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും സി ന്യൂസ് ചാനൽ സംപ്രേഷണം ചെയ്തു. ദേശവിരുദ്ധ മുദ്രാവാക്യം വിളിച്ചത് പുറത്തുനിന്നെത്തിയ ചിലരാണെന്ന് നേരത്തെ വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. പാകിസ്ഥാൻ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ച് JNU വിദ്യാർത്ഥികളെ ജനങ്ങൾക്കെതിരാക്കാനുള്ള ഗൂഢാലോചനയാണ് സംഭവിച്ചതെന്ന് വ്യക്തം. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. സുനന്ദ പുഷ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്തു. ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് 5 മണിക്കൂറോളം തരൂരിനെ ചോദ്യം ചെയ്തത്. ശശി തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ദില്ലി പോലീസ് നടപടി തുടങ്ങി. അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഈ മാസം 28-ന് നൽകും എന്നാണ് സൂചന. അഭിഭാഷകനൊപ്പമെത്തിയ ശശി തരൂരിനെ ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം 5 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. സുനന്ദയ്ക്ക് ലൂപ്പസ് രോഗമുണ്ടെന്ന് വരുത്തി തീർക്കാൻ തരൂർ എയിംസിലെ ഡോക്ടർമാർക്ക് അയച്ച കത്ത് വിവാദമായതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ. അൽപ്രാക്സ് ഗുളിക അമിതമായി കഴിച്ചതാണ് സുനന്ദയുടെ മരണകാരണമെന്ന് വിദേശ ലബോറട്ടറി പരിശോധനയിൽ വ്യക്തമായിരുന്നു. എത്ര നാളുകളായി സുനന്ദ അൽപ്രാക്സ് ഗുളികകൾ കഴിച്ചിരുന്നെന്നും ആരാണ് ഇത് നൽകാറുള്ളതെന്നും ശശി തരൂരിനോട് പോലീസ് ചോദിച്ചു. മരണസമയത്തെ സുനന്ദയുടെ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെയുണ്ടായി എന്നാണ് പോലീസ് സംശയിക്കുന്നത്. നിരന്തരം ഇരുവരും തമ്മിൽ കലഹം നടക്കാറുണ്ടെന്ന സഹായികളുടെ മൊഴി സംബന്ധിച്ചും തരൂരിനോട് പോലീസ് വിശദീകരണം തേടി. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ തരൂരും സുനന്ദയും തമ്മിലുണ്ടായ വഴക്കിനെക്കുറിച്ചും തരൂരിൽ നിന്ന് മൊഴിയെടുത്തു. IPL ഓഹരി ഇടപാടിലെ വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞു. എന്നാൽ സുനന്ദയുടേത് ആത്മഹത്യയാണെന്നും ആത്മഹത്യയ്ക്ക് തരൂരും സഹായികളും പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ചോദ്യം ചെയ്യലെന്നും സൂചനകളുണ്ട്. കൂടാതെ തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് ആരംഭിച്ചു. ഇതിനായി കോടതി അനുമതി തേടാൻ ദില്ലി പോലീസ് തീരുമാനിച്ചു. ഈ മാസം 28-ന് അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് നൽകിയേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. P. ജയരാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് മരവിപ്പിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് ഉത്തരവ് മരവിപ്പിച്ചത്. PV ജോഷില, കണ്ണൂരിൽ നിന്ന്. ജോഷില, വിവരങ്ങൾ. അരുൺ, P. ജയരാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് മരവിപ്പിച്ചിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് ഇത്തരം ഒരു നിർദ്ദേശത്തിൽ മരവിപ്പ് ഉണ്ടാക്കിയത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ആരോഗ്യനിലയിൽ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും എന്നാൽ ഏത് സമയവും എന്ത് സംഭവിക്കാമെന്നുമുള്ള
റിപ്പോർട്ടായിരുന്നു മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റ് SM അഷ്റഫ് സൂപ്രണ്ടിന് നൽകിയത്. 24 മണിക്കൂർ മാത്രമേ തകർന്ന ആശുപത്രിയിൽ ചികിത്സിക്കാൻ നിയമം അനുവദിക്കുകയുള്ളൂ എന്ന കാരണം പറഞ്ഞ് എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവുമായി ജയിൽ ഉദ്യോഗസ്ഥർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ട സമയമാണ് ഉത്തരവ് റദ്ദ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ രാവിലെ അദ്ദേഹത്തെ വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അരുൺ. മലയാളത്തിന്റെ പ്രിയ കവി ONV കുറുപ്പിന് മലയാളത്തിന്റെ അന്ത്യാഞ്ജലി. VJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. S. ജീവൻകുമാർ വിവരങ്ങൾ നൽകും. ജീവൻ, ഇപ്പോൾ ഇന്ത്യവരത്തിലാണോ അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്? അരുൺ, VJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന്റെ സ്വവസതിയായ ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സമൂഹത്തിന്റെ പരിച്ഛേദം എന്നോണം നാനാ തുറകളിൽപ്പെട്ടവർ ഇവിടെയും വീണ്ടും അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടുകാരും ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായിട്ടുള്ളവരും ONVയോടൊപ്പം നേരത്തെ ONVയുടെ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്നവരോടക്കം വീണ്ടും അദ്ദേഹത്തിന്റെ വസതിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. MP രാജേഷ് MP അടക്കമുള്ളവർ ഇപ്പോൾ വീട്ടിലെത്തി ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് നേരിൽ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് നാളെ രാവിലെ ആയിരിക്കും ബഹുമതികളോടെ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടക്കുക. അരുൺ. S. ജീവൻകുമാർ വിവരങ്ങൾ നൽകിയത്. പ്രശസ്ത ഛായാഗ്രാഹകൻ ആനന്ദക്കുട്ടൻ അന്തരിച്ചു. 62 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് രവിപുരം ശ്മശാനത്തിൽ നടക്കും. അർബുദബാധിതനായിരുന്ന ആനന്ദക്കുട്ടന് ഇന്ന് രാവിലെ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത്. മരണസമയത്ത് അടുത്ത ബന്ധുക്കളും ചലച്ചിത്ര പ്രവർത്തകരും ആശുപത്രിയിലുണ്ടായിരുന്നു. ആശുപത്രിയിൽ നിന്നും ഇളംകുളത്തുള്ള വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. ആനന്ദക്കുട്ടൻ വിദ്യാർത്ഥിയായിരുന്ന കാലം തൊട്ടേ അടുത്ത പരിചയമുണ്ടായിരുന്നുവെന്ന് സംവിധായകൻ സിബി മലയിൽ അനുസ്മരിച്ചു. മലയാള സിനിമയിലെ എന്നല്ല, ഒരുപക്ഷെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും അധികം സിനിമകൾക്ക് ക്യാമറ ചലിപ്പിച്ച ഛായാഗ്രഹനാണ്. 300-ലധികം ചിത്രങ്ങളാണ് അദ്ദേഹം ഈ കാലയളവിൽ ഛായാഗ്രഹണം നിർവഹിച്ചത്. പക്ഷേ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കാൻ തക്ക വിധത്തിലുള്ള അത്രയും സിനിമകൾ ചെയ്ത ഒരു ഛായാഗ്രഹനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വ്യക്തിപരമായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും അടുത്ത ചലച്ചിത്ര രംഗത്തെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊരാളാണ് ആനന്ദക്കുട്ടൻ. 1954 കൊച്ചിയിൽ ജനിച്ച ആനന്ദക്കുട്ടൻ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഛായാഗ്രഹണം പഠിക്കാൻ ചെന്നൈയിൽ പോയി. 1977 പുറത്തിറങ്ങിയ മനസ്സിൽ ഒരു മൈൽ എന്ന ചിത്രത്തിനാണ് ആനന്ദക്കുട്ടൻ ആദ്യമായി ക്യാമറ ചലിപ്പിച്ചത്. തുടർന്ന് അപ്പുണ്ണി, ഭരതം, സദയം, ഹിസൈനസ് അബ്ദുള്ള തുടങ്ങി 150ഓളം ഹിറ്റ് ചിത്രങ്ങളിൽ ക്യാമറാമാനായി പ്രവർത്തിച്ചിരുന്നു. തമിഴ്നാട് സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ വിവിധ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് മഹാറാലിയോടെ നാളെ ശംഖുമുഖത്ത് സമാപിക്കും. മലയാളികളുടെ പ്രിയ കവി ONVക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് മാർച്ചിന്റെ സമാപനം നാളത്തേക്ക് മാറ്റിയത്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയും മാറ്റിയിട്ടുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് മഹാറാലിയോടെ നാളെ വൈകിട്ടാണ് ശംഖുമുഖത്ത് സമാപിക്കുക. മലയാളികളുടെ പ്രിയ കവി ONVയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇന്ന് നിശ്ചയിച്ചിരുന്ന മാർച്ച് മാറ്റിയത്. മാർച്ചിന്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായിരുന്നു ONV. ആരോഗ്യസ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ സമാപന റാലിയിൽ പങ്കെടുക്കുമെന്ന് ONV അറിയിച്ചിരുന്നതായി CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ഓർത്തു. മാർച്ചിന്റെ സമാപന റാലിയിൽ ആരോഗ്യം അല്പമെങ്കിലും അനുവദിക്കുമെങ്കിൽ പങ്കെടുക്കണമെന്നും സാർ ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ നിര്യാണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ശൂന്യതയും അതിനേക്കാൾ ഏറെ വേദനയുമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ആദരസൂചകമായി ശംഖുമുഖത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്നതായിട്ടുള്ള നവകേരള മാർച്ചിന്റെ സമാപന റാലി മാറ്റിവെക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരുമായി ഇന്ന് നടത്താനിരുന്ന കൂടിക്കാഴ്ചയും ഇതേ തുടർന്ന് മാറ്റി. ജനുവരി 15-ന് കാസർഗോഡ് ഉപ്പളയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. 116 കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചാണ് മാർച്ച് തിരുവനന്തപുരത്തെത്തിയത്. പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള ആഹ്വാനവുമായി നടത്തുന്ന നവകേരള മാർച്ച് 3 ലക്ഷത്തിലധികം പേരുടെ മഹാറാലിയോടെയാകും ശംഖുമുഖത്ത് സമാപിക്കുക. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഇന്നലെ അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ കവിയും ഗാനരചയിതാവുമായ ONV കുറുപ്പിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച വീട്ടിലും VJT ഹാളിലും സാംസ്കാരിക രംഗത്തെ നിരവധി പേർ ONVക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. മൃതദേഹം നാളെ രാവിലെ 10 മണിക്ക് സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. കഴിഞ്ഞ ദിവസം അന്തരിച്ച മലയാളത്തിന്റെ പ്രിയ കവി ONVക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ പുലർച്ചെ മുതൽക്ക് തന്നെ വസതിയായ ഇന്ത്യവരത്തിലേക്ക് ജനപ്രവാഹമായിരുന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, പന്ന്യൻ രവീന്ദ്രൻ, വിഷ്ണുനാരായണൻ നമ്പൂതിരി, മധുപാൽ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ വസതിയിലെത്തി ONVക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. തുടർന്ന് 11 മണിയോടെ ONVയുടെ മൃതദേഹം പൊതുദർശനത്തിനായി VJT ഹാളിലേക്ക് മാറ്റി. വൻ ജനാവലിയാണ് VJT ഹാളിൽ ONVക്ക് വിടചൊല്ലാൻ കാത്തുനിന്നിരുന്നത്. സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ, പെരുമ്പടവൻ ശ്രീധരൻ, പ്രൊഫസർ V മധുസൂദനൻ നായർ, MG ശ്രീകുമാർ, മഞ്ജു വാര്യർ തുടങ്ങി കലാ, സാഹിത്യ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ VJT ഹാളിലെത്തി ONVക്ക് അന്തിമോപചാരം അർപ്പിച്ചു. കൈരളി TVക്ക് വേണ്ടി മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആദരാഞ്ജലി അർപ്പിച്ചു. VJT ഹാളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി വഴുതക്കാട്ടെ വസതിയായ ഇന്ത്യവരത്തിലേക്ക് കൊണ്ടുപോയി. നാളെ രാവിലെ 10 മണിക്ക് തൈക്കാട് ശാന്തി കവാടത്തിലാണ് ONVയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടെയാണ് സംസ്കാരം. ചടങ്ങിന് മുന്നോടിയായി 84 ഗായകർ ചേർന്ന് ONVക്ക് പ്രണാമമർപ്പിച്ച ഗാനാർച്ചനയും നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UAE എക്സ്ചേഞ്ച് കൊച്ചി നഗരസഭയുടെ സഹകരണത്തോടെ ക്ലീൻ കൊച്ചി ക്യാമ്പയിനും മാരത്തോണും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാരത്തോണിന് നടൻ ഫഹദ് ഫാസിൽ, മേയർ സൗമിനി ജയൻ, ഡെപ്യൂട്ടി മേയർ TJ വിനോദ്, UAE എക്സ്ചേഞ്ച് MD ജോർജ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. മാരത്തോണിന് ശേഷം പങ്കെടുത്തവർ സംഘങ്ങളായി തിരിഞ്ഞ് നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങൾ ശുചീകരിച്ചു.